ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. എന്താ ഈ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നല്ലേ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന ഉദ്ദേശമായിരുന്നു എനിക്കും. പക്ഷെ നടക്കണ്ടേ? ഈ ചെക്കനൊന്ന് ഉറങ്ങിയാലേ എൻ്റെ എന്തെങ്കിലും പരിപാടി നടക്കത്തുള്ളൂ. അത് ഉറങ്ങുന്നതോ രാവിലെ ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയാലായി, വൈകുന്നേരം ഒരു ഇച്ചിരി നേരം. ആൾക്കിപ്പോൾ ഒരു ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് ആ ബെഡ് നമ്മളെടുത്തങ്ങ് താഴെ ഇട്ടു. അവൻ ഉറങ്ങുന്ന ഈ 1.5 മണിക്കൂറാണ് എൻ്റെ ജോലിയുടെ ടൈം. അതിനുള്ളിൽ ഞാൻ സൂപ്പർമാൻ കളിച്ചോ സ്പൈഡർമാൻ കളിച്ചോ എന്തെങ്കിലും ചെയ്ത് എൻ്റെ പണികൾ തീർത്തില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയുടെ സ്പീഡ് വെച്ച് ഞാനും നമ്മുടെ എന്തിരനും ഒക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരും. കണ്ടില്ലേ നിരത്തി ഇട്ടിരിക്കുന്നത്? അവൻ്റെ കളിപ്പാട്ടങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും അവന് അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ ലോട്ട് ഓഫ് വർക്കിന് ശേഷം ഞാൻ ഏകദേശം പണി തീർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിശ്രമാവാം. ഇപ്പം ഷുഗർ കട്ട് ആയതുകൊണ്ട് ചായ കുടിക്കുന്നതിലൊന്നും വലിയ രസമില്ല. എങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുന്നു എന്ന് എന്നെ തന്നെ പറ്റിക്കാൻ ഈ ചായ എനിക്ക് ധാരാളമാണ്. ഇനി അവനുള്ള ഫുഡും കൂടെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പിന്നെ ഫ്രീ ആണ്. പിന്നെ എനിക്ക് അവൻ്റെ കൂടെ ഫുൾ ടൈം ഇരിക്കാം. ഇപ്പം മഴയായതുകൊണ്ട് നമുക്ക് റാഗി ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ റാഗി പൗഡർ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൽ പനങ്കൽക്കണ്ടം കൂടി ചേർത്താണ് നമ്മളിപ്പോൾ കൊടുക്കാറ്. ഇതിപ്പോൾ ഞാൻ ചൂടൊന്ന് മാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആൾ എണ്ണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പാട്ട്? തരക്കേടില്ലല്ലേ? അവന്റെ വിചാരം ഈ ലോകത്ത് ഏറ്റവും നന്നായി പാടുന്നത് ഞാനാണെന്ന്. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. പറ്റിക്കപ്പെടാൻ അവൻ നിന്ന് തരുന്നത് കൊണ്ട് തന്നെ പറ്റിക്കാൻ ഞാൻ റെഡിയാണ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഫുഡ് കൊടുക്കൽ. നമ്മൾ താമസിക്കുന്നത് അപ്സ്റ്റെയറിലാണ്. ഇവിടെ നിന്ന് പല അപശബ്ദങ്ങൾ വരുന്നുണ്ടെന്നും പരിസരത്തുള്ളവർ പറയുമെങ്കിലും നമ്മളതൊന്നും കേട്ടതായി ഭാവിക്കുന്നില്ല. എനിക്കല്ലേ അറിയൂ എന്നിലുള്ളിലെ കഴിവ്. കാക്ക, പൂച്ച, മുയില്, ആട്, മയില് തുടങ്ങി എല്ലാത്തിൻ്റെ ശബ്ദം 1 മിനിറ്റിനുള്ളിൽ അനുകരിച്ചു കൊടുക്കപ്പെടും. പിന്നെ എനിക്കാണെങ്കിൽ യൂട്യൂബ് തുറന്നാൽ ഫുൾ സജഷൻ കുക്കിംഗ് വ്ലോഗാണ്. എന്താന്ന് അറിഞ്ഞൂടാ. സമയം 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചുവിന്റെ ഫാദർ മിസ്റ്റർ വിഷ്ണു പാപ്പ എൻ്റർ ചെയ്യും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, ആ ഫീലാണ് വിഷ്ണുപാപ്പ വരുമ്പോൾ ഞങ്ങൾക്ക്. ഇതിപ്പോൾ നമ്മൾ നടക്കാൻ പോയ വഴിയിൽ ഒരു ചേട്ടൻ്റെ വീട്ടിൽ കയറിയതാ. നല്ല കുറേ മീനുകളും ചെടികളും ആകെ മൊത്തം ഒരു പൊളി വൈബാണ്. നടക്കാനിറങ്ങിയ ഞങ്ങൾ പതിയെ ചില കടകളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഇങ്ങ് തിരിച്ചു പോന്നു. പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പം കൈ കാട്ടി വിളിച്ച് ചിരിച്ചു കാണിച്ച് എടുപ്പിച്ചിട്ട് അവരെ കയ്യിലെത്തുമ്പോൾ പൊട്ടിക്കരയുന്ന ചില പ്രത്യേകതരം സ്വഭാവങ്ങളാണ് ഇവന്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മളെയും കാത്തൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. ലുഡോ ആടുന്ന ഉദ്ദേശമെങ്കിലും സമയപരിമിതി മൂലം നമ്മളത് ഏണിയും പാമ്പിലും കളിക്കുന്നത് ഫുള്ള് കള്ളന്മാരായതുകൊണ്ട് തന്നെ കള്ളക്കളിക്ക് ഇവിടെ പ്രാധാന്യമില്ല. അങ്ങനെ കളി അവസാനിച്ചു. ഇനി എന്തേലും കഴിക്കണം, ഉറങ്ങണം. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് ഞാൻ വറുത്തു. കൂടെ നമ്മുടെ ചെറുപയറായിരുന്നു. പിന്നെ നല്ല പ്രോൺസ് പിക്കിൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചോറുണ്ണാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ എനിക്കുള്ള ടാസ്കിന് തുടങ്ങുന്നേ ഉള്ളൂ. ഇച്ചിക്കൂടെ ഉറക്കല് ഉറക്കി എപ്പോഴും ഞാനും ഉറങ്ങും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.